ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ പലപ്പോഴും നമുക്കിത് നേരത്തെ കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്നത്? അതോടൊപ്പം തന്നെ സ്ത്രീകൾ പൊതുവേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഭക്ഷണ കാര്യങ്ങൾ പറഞ്ഞു, ജീവിതശൈലി പറഞ്ഞു, തികച്ചും ഇപ്പോൾ വസ്ത്രത്തിൻ്റെ കാര്യങ്ങളിൽ പോലും പലപ്പോഴും ഇറുകിയ വസ്ത്രം ധരിക്കുന്നതും ഇതൊക്കെ പല തവണകളായിട്ട് ഇത്തരത്തിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു കാരണമാകുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയൊക്കെയാണ്? അതായത് നമ്മുടെ ആദ്യം തുടങ്ങി ഞാൻ ഒരു ഇതായിട്ട് പറയാം. ആദ്യം നമ്മൾ ഏത് ക്യാൻസറിനെ പറ്റി പറയുമ്പോഴും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ പറയാറുണ്ട്. ഈ സ്തനാർബുദത്തിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പം കോവിഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ അതിനൊരു കാരണം, ഒരു വൈറസിൻ്റെ കാരണമാണ് അതുണ്ടാവുന്നത് എന്ന് നമ്മൾക്ക് അറിയാം. പക്ഷേ സ്തനാർബുദത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേക കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു മൾട്ടി ഫാക്ടോറിയൽ ഡിസീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഈ ക്യാൻസർ നിയന്ത്രിക്കുക എന്നുള്ളത് അത്ര പ്രാവർത്തികമായ കാര്യമല്ല. അതായത് ഈ ക്യാൻസർ വരാതിരിക്കുക, അത് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അത് നിരോധിക്കുക, അത് വരാതിരിക്കുക, അത് നമുക്കത്ര പ്രാവർത്തികമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് സ്തനാർബുദത്തിനെ സംബന്ധിച്ച് ഒരളവ് വരെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് സ്തനാർബുദം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾ സ്വയം സ്തന പരിശോധന, അതിന് ശാസ്ത്രീയമായ അടിത്തറ കുറച്ച് കുറവാണ്. ശാസ്ത്രീയമായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ നിലയ്ക്ക് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വയം സ്തന പരിശോധന ഒരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ശാസ്ത്രീയ അടിത്തറ നമുക്ക് പിന്നെ നോക്കാം. ഇതൊരു നല്ല കാര്യം തന്നെയാണ്. അതായത് ഒരു 10-25 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഒരു സ്ത്രീ സ്വന്തം സ്തനങ്ങൾ ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലോ എങ്കിലും ഈ മാസക്കുളിയുടെ ആ സമയം ഒന്ന് കഴിഞ്ഞിട്ട് സ്തനങ്ങൾ നല്ലപോലെ ഒന്ന് പരിശോധിക്കുക. നമ്മളൊക്കെ ഒരുപാട് അതിന് ഈ സ്വയം സ്തന പരിശോധനയെ പറ്റിയുള്ള ലഘുലേഖകളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇൻ്റർനെറ്റിൽ അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാണ്. സ്വയം സ്തന പരിശോധന ചെയ്ത് സ്ഥലങ്ങളിൽ എന്തെങ്കിലും സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഉള്ളതുപോലെ അല്ലാത്ത എന്തെങ്കിലും ചെറിയ മുഴകളോ കട്ടികളോ തടുപ്പോ, അതുപോലെ സ്തനഞ്ഞെട്ട് നിപ്പിളെന്ന് പറയും, അത് ഉള്ളിലോട്ട് വലിയുകയോ, സ്തനത്തിന് പുറമെ എന്തെങ്കിലും നിറവ്യത്യാസം, തൊലിയുടെ പുറത്ത് എന്തെങ്കിലും നിറവ്യത്യാസമോ വേദനയോ ചുമപ്പ് മറന്നുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ 2 കൈയുടെയും കക്ഷത്തിന് അടിയിൽ നല്ലപോലെ പരിശോധിച്ച് എന്തെങ്കിലും തടുപ്പുകളുണ്ടോ എന്നുള്ളതും നോക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും സ്വയം സ്തന പരിശോധന ചെയ്യുന്നത്.